ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള മീനിങ്ങനെ നിരത്തി വച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ. നമ്മൾ മലയാളികൾക്കൊക്കെ മീൻ എത്ര കണ്ടാലും മതിയാവില്ല. ഇതിപ്പോൾ ലുലു മോളിലാണ്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ടൈപ്പ് മീനുകളും ഉണ്ട്. അത് നമുക്ക് ആവശ്യാനുസരണം വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ, മീനിൻ്റെ തന്നെയാണ്. ഇത് നല്ല ദശക്കട്ടിയുള്ള മോത മീനാണ്. നെമ്മീൻ പോലെ ഇരിക്കുമെങ്കിലും നെമ്മീനേക്കാളും എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് 3/4 കിലോയോളം ഉണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അതുപോലെ കുറച്ച് ഇഞ്ചി വേണം. 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുക്കാം. അതും ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഞ്ചിയും ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ നമുക്ക് ഇഞ്ചിയും സവാളയും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇഞ്ചിയും സവാളയും ഇതുപോലെ വേവിച്ചെടുക്കുമ്പോൾ ആ ഒരു പച്ചച്ചുവ മാറി കിട്ടുകയും ചെയ്യും. നമുക്ക് പിന്നീട് വഴറ്റൽ സമയം കുറഞ്ഞു കിട്ടുകയും ചെയ്യും. വേവിക്കാൻ അധിക സമയമൊന്നും എടുക്കില്ല. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇഞ്ചി സവാള ഇത് രണ്ടും നല്ലതുപോലെ വെന്ത് കിട്ടും. ഇത്രയും മതി. ഇതിനി ഒന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് മീനിന് ആവശ്യമായിട്ടുള്ള പുളി വേണം. ഞാൻ കുടംപുളിയാണ് എടുക്കുന്നത്. 4 കഷ്ണം പുളി എടുത്ത് കഴുകിയിട്ട് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇതില്ലെങ്കിൽ സാമ്പാർ പുളി വലിയ നെല്ലിക്ക വലിപ്പത്തിലെടുത്ത് പിഴിഞ്ഞ് വയ്ക്കാം. ഇനി തണുത്തിരിക്കുന്ന സവാളയും ഇഞ്ചിയും ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. മഷി പോലെ അടിച്ചെടുക്കാം. ഈ വെള്ളം കളയണ്ട, ഇതും കൂടി ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം. സവാളയുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ മീൻ വയ്ക്കുന്നത് ആ പാത്രം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയോ നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത് അത് ഒഴിക്കാം. അതിൽ 1/4 ടീസ്പൂൺ ഉലുവയും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് പൊട്ടിക്കാം. തീ നല്ലതുപോലെ കുറച്ചതിന് ശേഷം ഈ സവാള പേസ്റ്റ് ചേർക്കാം. ഈ പേസ്റ്റ് ചേർക്കുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിക്കുക. വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് ഇതിങ്ങനെ പൊട്ടി തെറിക്കും. ഇതിനി മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇതിപ്പോൾ സവാളയും ഇഞ്ചിയൊക്കെ നല്ലതുപോലെ വെന്തതാണല്ലോ, അപ്പോൾ പച്ചച്ചുവയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല. എരിവ് കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ഞാൻ എരിവ് കുറച്ച് കുറവാണ് ചേർത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് ഈ മസാലയിൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ കൂടുതൽ ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കാം. ഈ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും എണ്ണയിൽ തന്നെ ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് അതിൻ്റെ കൂടെ ആ പുളി കുതിർന്ന വെള്ളം കൂടി കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലിനി തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇതിൽ 2-ാം പാലാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇത് ഒരു തേങ്ങയുടെ പാലാണ്, ഒരു മീഡിയം സൈസ് തേങ്ങ. കുറച്ച് നല്ല ടേസ്റ്റായിട്ടിരിക്കാനും ഒരു മധുരമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് കൂടുതൽ തേങ്ങാപ്പാൽ എടുത്തത്. ആവശ്യത്തിനുള്ള 2-ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം നമുക്ക്. ഇതിലിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. പുളി ഒന്ന് തിളച്ച് ഒന്ന് ഊറി വരാൻ വേണ്ടിയാണ് ഇതൊന്ന് തിളപ്പിക്കുന്നത്. ഇപ്പോൾ ഇത് 2-3 മിനിറ്റായി നല്ലതുപോലെ തിളച്ചു. പുളിയും ഒക്കെ ഒന്ന് കുതിർന്ന് വന്നു. ഇതിലാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അവരവരുടെ രുചിക്കനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇത് ഇന്തുപ്പാണ് ചേർത്തത്. ഇതിലിനി മീൻ ചേർക്കാം. ഇനി ഇത് ഒരു പരന്ന തവി കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ സോഫ്റ്റായിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. ഇനി ഇതിൽ തവിയിട്ടൊന്നും ഇളക്കാൻ പാടില്ല. ഈ ഒരു പ്രാവശ്യം ഇളക്കിയാൽ മതി. കുറച്ച് വലിയ പീസായതുകൊണ്ട് 8 മുതൽ 10 മിനിറ്റ് വരെ ഇരുന്ന് വേകട്ടെ. ആ സമയത്തിന് നമുക്ക് കുറച്ച് ചക്ക വേവിച്ചതിരിപ്പുണ്ട്. അത് നമുക്ക് തോരനുണ്ടാക്കാം. ഇത് പൊടിച്ചക്കയാണ്. കുക്കറിൽ 2 വിസിലടിച്ച് വേവിച്ചെടുത്തതാണ്. ഇന്നലെ ഞാൻ വേറൊരു റെസിപ്പി ഇട്ടിരുന്നല്ലോ ചക്കയുടേത്, അപ്പോൾ അതിൻ്റെ ബാക്കി വന്നതാണ്. ഇതിങ്ങനെ ഒന്ന് തല്ലിയെടുക്കാം. മിക്സിയിൽ ഇങ്ങനെ തല്ലാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ എടുക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ. എന്നിട്ട് ഇതൊന്ന് കൈ കൊണ്ട് ഒന്നൊന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടിച്ചക്കയുടെ വേറൊരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്.
അപ്പോൾ നമ്മുടെ ചക്ക ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉള്ളി വേണം. ഉള്ളിയാണ് ഏറ്റവും നല്ലത്, ചെറിയ ഉള്ളി. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാള എടുക്കുന്നു. ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വെന്ത ചക്ക ആയതുകൊണ്ട് ഇതിലിനി വേവിക്കാനൊന്നും സമയം കളയണ്ട. അരപ്പ് റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് കടുക് വറുത്തെടുക്കാം. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 2-3 അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കാം. ചക്കയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. അരപ്പ് റെഡിയായി. ഇനി നമ്മുടെ മീൻ എന്തായെന്ന് നോക്കാമല്ലോ. മീനിലെ വെള്ളമൊക്കെ കുറേ വറ്റിയിട്ടുണ്ട്. ലോ ഫ്ലെയിം ആയതുകൊണ്ട് അധികം വെള്ളമൊന്നും വറ്റുകയില്ല. ആവശ്യത്തിനുള്ള ഗ്രേവി മാത്രമാണ് ഉള്ളത്. ഇനി ഇതിൽ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്, കട്ടിയുള്ളത്. നല്ല കുറുകിയ തേങ്ങാപ്പാലാണിത്. ഇത് ഒഴിച്ചപ്പോൾ തന്നെ കണ്ടില്ലേ മീൻ എന്ത് കളർ വ്യത്യാസമായെന്ന്. ഇനി ഇതിൽ ഒരു വലിയ ടൊമാറ്റോ 4ആയി മുറിച്ചതും 2 പച്ചമുളകും കൂടി ചേർക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് അടച്ച് വച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കൂടുതൽ നേരമൊന്നും തിളയ്ക്കണ്ട. ജസ്റ്റ് ആ തേങ്ങാപ്പാലൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതല്ലെങ്കിൽ ആവശ്യത്തിന് ചേർക്കുക. ഇനി ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ 1 ടീസ്പൂൺ കടുകിടാം. 1-2 വറ്റൽമുളക് ഇടാം. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം. ഞാൻ മറന്നുപോയതാണ് കറിവേപ്പില ഇടാൻ. ഇതിൽ സവാള ചേർക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഫ്രഷ് ഗ്രീൻ പീസാണ്. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇപ്പോൾ തന്നെ ഇത് പാകമായിട്ടുണ്ട്. ഇതിലിനി തേങ്ങ ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ചക്ക ചേർക്കാം. ചക്ക ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ചക്കത്തോരന്. മീനും ഇപ്പോൾ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കാം. തവിയിട്ടൊന്ന് ഇളക്കണ്ട. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ വറുത്ത ഉലുവാപ്പൊടി ചേർക്കാം. ഒന്ന് ചുറ്റിയെടുക്കാം. ഇപ്പോൾ തന്നെ മീനിൻ്റെ നല്ല മണമുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ഈ തേങ്ങാപ്പാലൊക്കെ ധാരാളം ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. ചോറിലൊഴിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ലഞ്ച് ടൈമാണ്. ഞാൻ മറ്റൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തോരനും മീനും കൂട്ടി ഞാൻ ചോറുണ്ണാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ മോദ മീൻ തന്നെ വേണമെന്നില്ല. നെമ്മീനോ സ്രാവോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് മുള്ള് തീരെ ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. ഇതിപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.